നിങ്ങൾ കേട്ടുകൊണ്ടിരിക്കുന്നത് എക്കോ ഓൺ ആക്കിയിട്ടുള്ള വോയിസ് ആണ്. വിന്നോയ്സ് റിഡക്ഷൻ ഓൺ ആണ്. ഞാൻ അതും കൂടി ഒന്ന് ഓഫ് ആക്കണേ. ഓക്കെ, ഇപ്പൊ ഞാൻ ഇതിന് വിന്നോയ്സ് റിഡക്ഷൻ. ഹലോ ഗൈസ്, വെൽക്കം ബാക്ക് ടു നാസ്ഫോടെക്കിന്റെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവരും കൂട്ടുകാർക്കും സ്വാഗതം. അപ്പോൾ ഇന്ന് വന്നുള്ളത് നിങ്ങളൊരു ബഡ്ജറ്റ് ലെവലിൽ നല്ല അടിപൊളി വയർലെസ് മൈക്രോഫോൺ നിങ്ങളെ പരിചയപ്പെടുത്താൻ വേണ്ടിയിട്ട് വന്നതാണ്. ഡിജിടെക്കിന്റെ വയർലെസ് മൈക്രോഫോൺ ആണ്. നല്ല അടിപൊളി മൈക്രോഫോൺ ആണ്. ലോ ബഡ്ജറ്റിൽ നല്ല ക്വാളിറ്റി തരുന്ന നല്ലൊരു അടിപൊളി മൈക്രോഫോൺ ആണ് ഇത്. കമ്പനി അവകാശപ്പെടുന്നത് 100 മീറ്റർ ഡിസ്റ്റൻസ് ഒക്കെയാണ്. എന്നാലും ഒരു 30 മീറ്റർ ഒക്കെ ഒരു ബുദ്ധിമുട്ടില്ല നമുക്ക് കിട്ടുന്നതായിരിക്കും. ഇതിൽ വരുന്നത് 2 ട്രാൻസ്മീറ്ററും ഒരു റിസീവറാണ് ഇതിൽ വരുന്നത്. അപ്പോൾ ഇത് നമുക്ക് അൺബോക്സ് ചെയ്തിട്ട് ഇതിന്റെ സ്പെക്കും കാര്യങ്ങളൊക്കെ നമുക്ക് നോക്കാം. അതുപോലെ തന്നെ ഇപ്പൊ ഞാൻ റെക്കോർഡ് ചെയ്യുന്നത് സോണി ZV-E10 എന്ന ക്യാമറയുടെ ഇൻബിൽഡ് മൈക്രോഫോണിൽ നിന്നുള്ള വോയിസ് ആണ് ഇപ്പൊ നിങ്ങൾ കേട്ടുകൊണ്ടിരിക്കുന്നത്. അപ്പൊ ഇനി വീഡിയോയുടെ അവസാനം അത് ചെക്ക് ചെയ്യുന്ന സമയത്ത് ഡിജിടെക്കിന്റെ മൈക്രോഫോണിൽ നിന്നുള്ള വോയിസ് എത്രത്തോളം ക്ലാരിറ്റി ഉണ്ടെന്നുള്ള അപ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവുന്നതാവും. ഇതിന് മുമ്പ് ഞാൻ റെക്കോർഡ് ചെയ്തിരുന്നത് നിങ്ങൾക്കാണ് വയർഡ് മൈക്രോഫോൺ ആണ്. അതായത് ബോയ MY1 എന്ന ലാവലിയർ മൈക്രോഫോൺ ആണ്. വയർഡ് മൈക്രോഫോൺ ആണ്. നല്ലൊരു അടിപൊളി മൈക്രോഫോൺ ആണ്. ഒന്നും പറയാനില്ല, ഇതിന് കൂടി നെഗറ്റീവും പറയാൻ ഇല്ലാത്ത നല്ല അടിപൊളി മൈക്രോഫോൺ ആണ്. പക്ഷെ ഇത് വയർഡ് ആണ്. വയർഡ് ആയതുകൊണ്ട് നമ്മൾ എപ്പോഴും ഒന്ന് എണീക്കുന്ന സമയത്തൊക്കെ ഇത് വയർ നമ്മുടെ മൈക്ക് മാറ്റി വെക്കേണ്ട ബുദ്ധിമുട്ട്. അതുപോലെ തന്നെ ഇത് ക്യാമറ യൂസ് ചെയ്യുമ്പോൾ തന്നെ നമ്മൾ ക്യാമറ മുകളിൽ ഇട്ട് കഴിഞ്ഞാൽ ബാറ്ററി വേണം. ബാറ്ററിയിലാണ് പിന്നെ ഇത് വർക്ക് ചെയ്യുക. അപ്പോൾ ഇതിപ്പോൾ ബാറ്ററി കഴിഞ്ഞിട്ട് ഞാൻ ബാറ്ററി ചാർജ് കഴിഞ്ഞതൊന്നും ഞാൻ അറിഞ്ഞിട്ടില്ല. ഇപ്പൊ ഞാൻ നോക്കുന്ന സമയത്താണ് അറിയുന്നത് ഇതിന്റെ ബാറ്ററിയിൽ ചാർജ് ഇല്ല എന്നുള്ളത്. അപ്പൊ അതുപോലത്തെ ബുദ്ധിമുട്ടൊന്നും ഇതിന്റെ കേസിൽ വരില്ല. കാരണം ഇതിൽ നമുക്ക് അറിയാം ഇത് ബാറ്ററിയിൽ മാത്രം വർക്ക് ചെയ്യുന്നതാണ്. അതുപോലെ തന്നെ അതിന്റെ ബാറ്ററി ഇൻഡിക്കേറ്ററും കാര്യങ്ങളൊക്കെ അതിലുണ്ട്. അതുകൊണ്ട് അങ്ങനെ ബുദ്ധിമുട്ടൊന്നും എന്താ പറയുക ഇപ്പൊ ഈ വയർലെസ് മൈക്രോഫോണിൽ വരില്ല. അപ്പോൾ ഇതിൽ നിന്നുള്ള ഇതാണ് ഞാൻ യൂസ് ചെയ്യുന്നത്. ഞാൻ അതിൽ സ്വിച്ച് ചെയ്യാണ്. അപ്പൊ ഇപ്പൊ നിങ്ങൾ കേൾക്കുന്നത് ക്യാമറയിൽ നിന്നുള്ള ഇൻബിൽഡ് മൈക്രോഫോണിൽ നിന്നുള്ള വോയിസ് ആണ്. നമുക്ക് അൺബോക്സ് ചെയ്തിട്ട് ഇതിന്റെ ഡീറ്റെയിലിംഗ് കാര്യങ്ങൾ നോക്കാം. ഡീറ്റെയിൽസും കാര്യങ്ങളൊക്കെ ബോക്സിന് മുകളിൽ കൊടുത്തിട്ടുണ്ട്. നമ്മളിത് ഓപ്പൺ ചെയ്തിട്ട് ഇതിൽ എന്തൊക്കെ ഉള്ളതെന്ന് നോക്കാം. ബോക്സ് കിട്ടിയിട്ടുണ്ട്. ഡിജിടെക്കിൻ്റെ ബ്രാൻഡിങ് ഒക്കെ ഉള്ള ഒരു നല്ല സ്ട്രോങ് ആയിട്ടുള്ള ഒരു കേസാണ് നമുക്ക് ഇതിൻ്റെ കൂടെ കിട്ടിയിട്ടുള്ളത്. നമുക്കിതൊന്ന് ഓപ്പൺ ചെയ്തിട്ട് എന്തൊക്കെയുള്ളത് നോക്കാം. ഇതിൻ്റെ ബോക്സിൽ കാണുന്ന ബോക്സിൻ്റെ താഴത്തായിട്ട് 2 ട്രാൻസ്മീറ്ററും ഒരു റിസീവറും വെച്ചിട്ടുണ്ട്. അതുപോലെ തന്നെ മുകളിൽ നിറച്ച് കേബിൾസ് ഉണ്ട്. അപ്പോൾ ഇതൊക്കെ ഈ കേബിൾസ് ഏതൊക്കെയെന്നുള്ള ഞാൻ ഒന്ന് പറഞ്ഞുതരാം. ഇതാണ് ഇതിൻ്റെ റിസീവർ വരുന്നത്. റിസീവറിൻ്റെ മുകളിലായിട്ട് വോളിയം പ്ലസും മൈനസിൻ്റെയും ബട്ടൺ വരുന്നുണ്ട്. അതുപോലെ തന്നെ അതിന് താഴെയായിട്ട് മ്യൂട്ട് ബട്ടണും അതുപോലെ തന്നെ പവർ ഓൺ ബട്ടണാണ് കൊടുത്തിട്ടുള്ളത്. പിന്നെ സൈഡിലായിട്ട് ചാർജിങ് പോർട്ട് ഉണ്ട്. അതുപോലെ തന്നെ ഹെഡ്ഫോൺ കണക്ട് ചെയ്യാനുള്ള പോർട്ടും കൊടുത്തിട്ടുണ്ട്. ഇതാണ് ഇതിൻ്റെ ട്രാൻസ്മീറ്റർ വരുന്നത്. കാണാൻ സാധിക്കും. ട്രാൻസ്മീറ്ററിന് മുകളിലായിട്ട് മൈക്ക് വരുന്നുണ്ട്. അതുപോലെ തന്നെ ഒരു ഹെഡ്ഫോണിൻ്റെ പോർട്ട് വരുന്നുണ്ട്. അതുപോലെ എക്കോ എന്നൊരു ബട്ടൺ വരുന്നുണ്ട് മുകളിലായിട്ട്. ട്രാൻസ്മീറ്ററിൻ്റെ താഴെ ഭാഗത്തായിട്ട് മ്യൂട്ട് ബട്ടണും അതുപോലെ തന്നെ പവർ ഓൺ ബട്ടണാണ് താഴെ കൊടുത്തിട്ടുള്ളത്. ചാർജിങ്ങിനുള്ള സി പോർട്ടും കൊടുത്തിട്ടുണ്ട്. പിന്നെ ഇതിൽ 4 സിഗ്നൽസ് കൊടുത്തിട്ടുണ്ട്. കാണാൻ സാധിക്കും. അതിൽ ഫസ്റ്റ് കാണുന്നത് ബാറ്ററിയാണ്. ബാറ്ററി എത്ര ചാർജ് ഉണ്ടെന്ന് അറിയാനുള്ളതാണ്. സെക്കൻഡ് കാണുന്നത് ഇത് ലിങ്കായോ റിസീവറും ട്രാൻസ്മിറ്ററും തമ്മിൽ ലിങ്കായോ എന്ന് അറിയാൻ വേണ്ടിയിട്ടുള്ളതാണ്. ലിങ്കായാൽ അത് ഗ്രീൻ കത്തി നിൽക്കുന്നതായിരിക്കും. ലിങ്ക് ആയിട്ടില്ലെങ്കിൽ അത് ബ്ലിങ്ക് ചെയ്തുകൊണ്ടിരിക്കും. അതുപോലെ തന്നെ മൂന്നാമത്താണ് ഇതിൻ്റെ നോയ്സ് റിഡക്ഷൻ ഓൺ ആക്കിയോ ഇല്ലയോ എന്ന് അറിയാനുള്ളതാണ്. നാലാമത്തെ എക്കോ ഓൺ ആണോ അല്ലയോ എന്ന് അറിയാനുള്ളതാണ്. അതിൽ എക്കോ ഓൺ ആക്കാനാണ് എക്കോ എന്ന ബട്ടൺ ലോങ് പ്രസ് ചെയ്താൽ മതി. അതുപോലെ തന്നെ നോയ്സ് റിഡക്ഷൻ ഓൺ ആക്കാനായിട്ട് എക്കോ എന്ന ബട്ടൺ സിംഗിൾ പ്രസ് ചെയ്താൽ നോയ്സ് റിഡക്ഷൻ ഓൺ ആവുന്നതായിരിക്കും. ഏതെങ്കിലും ഒരു ഓപ്ഷൻ എക്കോ ഓൺ ആക്കുകയോ അല്ലെങ്കിൽ നോയ്സ് റിഡക്ഷൻ ഓൺ ആക്കുകയോ എന്ത് ചെയ്താലും അതിൻ്റെയൊക്കെ സിഗ്നൽ ട്രാൻസ്മിറ്ററിലും അതുപോലെ തന്നെ റിസീവറിലും കാണിക്കുന്നതായിരിക്കും. ട്രാൻസ്മിറ്ററും റിസീവറും ഓൺ ആക്കാനായിട്ട് താഴെ കാണുന്ന പവർ എന്ന സിമ്പിൾ കാണാൻ സാധിക്കും. അത് നേരെ കാണുന്ന സിംഗിൾ ബട്ടൺ ലോങ് പ്രസ് ചെയ്യുക. റിസീവറും ട്രാൻസ്മിറ്ററും ഇതുപോലെ നിങ്ങൾക്ക് ഓൺ ആക്കാൻ സാധിക്കുന്നതാണ്. ഒരുപാട് കേബിൾസും കുറച്ച് ആക്സസറീസ് ഒക്കെ വരുന്നുണ്ട്. അതായത് ഇത്രയും കേബിൾസ് ഇതിൽ വരുന്നുണ്ട്. അതിൽ ഈ ഒരു കേബിള് ക്യാമറക്കുള്ള കേബിളാണ്. ക്യാമറ എന്ന് എഴുതിയിട്ടുണ്ട്. പ്രൊഹിബിറ്റ് ചാർജിങ് എഴുതിയിട്ടുണ്ട് അതിന്റെ കൂടെ തന്നെ. അതുപോലെ തന്നെ ഇതൊരു കേബിൾ ഇത് എന്തിനുള്ളതെന്ന് എഴുതിയിട്ടില്ല. ടൈപ്പ് C to ടൈപ്പ് C കേബിളാണ്. അതുപോലെ തന്നെ വേറെ ഇത് ഫോണിനുള്ള കേബിളാണ്. ഫോണിൽ കണക്ട് ചെയ്യാൻ ഈ കേബിളാണ് യൂസ് ചെയ്യേണ്ടത്. ഇതിന്റെ സിയും പിന്നെ ഒരു USB ആയിട്ട് വരുന്ന ഒരു കേബിളാണ്. ഇത് വരുന്നത് നമുക്ക് അറ്റ് ടൈമിൽ ചാർജ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ളതാണ്. അതായത് 2 ട്രാൻസ്മീറ്ററും ഒരു റിസീവറും ഉണ്ട്. അപ്പോൾ ഇതിൽ 2 ചാർജ് ചെയ്യാൻ വേണ്ടിയിട്ട് അറ്റ് ടൈമിൽ 2 ചാർജ് ചെയ്യാനാണ് ഈ കേബിൾ. പിന്നെ ഇത് ഐഫോണിന്റെ കേബിളാണ്. ഐഫോണിൽ കണക്ട് ചെയ്യാനുള്ള കേബിളാണ്. പിന്നെ വരുന്നത് 2 ഹെഡ്സെറ്റ് വരുന്നുണ്ട്. അതുപോലെ തന്നെ 2 ഡെഡിക്കേറ്റ് വരുന്നുണ്ട്. ഇത് ഐറ്റംസ് ആണ് നമ്മുടെ മൈക്കും റിസീവറും അല്ലാണ്ട് വരുന്നത്. പിന്നെ അതിന്റെ യൂസർ മാനുവലും കാര്യങ്ങളും പറഞ്ഞത് ഇത് യൂസർ മാനുവലാണ്.
അതുപോലെ തന്നെ ഇതൊരു QR കോഡ് ഇതുമുണ്ട്. ഈ QR കോഡ് എന്ന് പറയുന്നത് നിങ്ങൾ മൊബൈലാണ് യൂസ് ചെയ്യുന്നത് എങ്കിൽ, മൊബൈലാണ് നിങ്ങൾ റെക്കോർഡ് ചെയ്യുന്നതെങ്കിൽ നിങ്ങൾ എന്താ പറയുക ഈ ആപ്പ് ഡൗൺലോഡ് ചെയ്യുക. അതായത് ഓപ്പൺ ക്യാമറ എന്ന് പറഞ്ഞ ആപ്പാണ്, നിങ്ങൾക്ക് പ്ലേ സ്റ്റോറിൽ നിന്ന് ഡൗൺലോഡ് ചെയ്യാൻ സാധിക്കുന്നതാണ്. അപ്പോൾ മൊബൈലിൽ യൂസ് ചെയ്യുമ്പോൾ മൊബൈലിന്റെ ഇൻബിൽഡ് ക്യാമറ ഉപയോഗിച്ചിട്ട് നിങ്ങൾക്ക് ഈ മൈക്ക് ചിലപ്പോൾ കണക്ട് ആവണമെന്നില്ല. അതുകൊണ്ട് തന്നെ നിങ്ങൾ എന്ത് ചെയ്യുക, ഓപ്പൺ ക്യാമറ ഡൗൺലോഡ് ചെയ്തിട്ട് അതിൽ സെറ്റിംഗ്സിൽ മൈക്ക് സെലക്ട് ചെയ്ത് കൊടുക്കുക. അപ്പോൾ വർക്ക് ആവുന്ന കാരണം അപ്പോൾ ഇതിന്റെ കൂടെ ഇത്രയും കാര്യങ്ങൾ വരുന്നുള്ളൂ. അപ്പോൾ നമുക്ക് ഇനി മൈക്കിന്റെ ക്വാളിറ്റി എങ്ങനെയുണ്ട് നോക്കാം. അപ്പോൾ ഇപ്പോൾ നിങ്ങൾ കേൾക്കുന്നത് ഡിജിടെക്കിൻ്റെ മൈക്രോഫോണിൽ നിന്നുള്ള വോയിസ് ആണ്. ഏകദേശം ഞാൻ ഈ ലെങ്ത്തിൽ ഞാൻ ഇപ്പോൾ പിടിച്ചിട്ടുള്ളത് നിങ്ങൾക്ക് കാണുന്നുണ്ടാവും. ഇതാണ് മൈക്രോഫോൺ, ഇതിൽ നിന്നുള്ള വോയിസ് ആണ് ഇപ്പോൾ നിങ്ങൾ കേട്ടുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ എത്രത്തോളം ക്വാളിറ്റി ഉണ്ട് എന്നുള്ളത് നിങ്ങൾക്ക് മനസ്സിലാവും. വോയിസ് റിഡക്ഷൻ ഒന്നും ഞാൻ ഓൺ ആക്കിയിട്ടില്ല, ഓൺ ആക്കാതെയുള്ള വോയിസ് ആണ്. ബാക്ക്ഗ്രൗണ്ടിൽ റോഡ് സൈഡിലാണ് വീട്, അതുകൊണ്ട് തന്നെ ബാക്ക്ഗ്രൗണ്ടിൽ വണ്ടി പോകുന്ന ശബ്ദം ഒരുപക്ഷെ നിങ്ങൾ കേൾക്കുന്നുണ്ടാകും. വിൻഡ് ക്യാപ്പ് ഉപയോഗിച്ചിട്ട് എങ്ങനെയുണ്ട് ക്വാളിറ്റി നമുക്ക് നോക്കാം. വിൻഡ് ക്യാപ്പ് ഉപയോഗിക്കാനൊക്കെ സിമ്പിളാണ്. ഈ സാധനം ഇതിൻ്റെ മുകളിൽ ഒരു ക്യാപ്പ് ഉണ്ടാവും, ഒരു ചെറിയ ക്യാപ്പ് ഉണ്ട്. ആ ക്യാപ്പിലോട്ട് ഇത് ഇറക്കി വെച്ചാൽ മതി, എന്നിട്ട് ഒന്ന് റൊട്ടേറ്റ് ചെയ്താൽ മതി. ഓക്കെ, ഇപ്പോൾ ഇത് നിന്നിട്ടുണ്ട്. ഇപ്പോൾ ഇതിൻ്റെ ക്വാളിറ്റി എങ്ങനെയുണ്ടെന്ന് എനിക്ക് മനസ്സിലാവുന്നുണ്ടാവും. എനിക്ക് എഡിറ്റ് ചെയ്യുന്ന സമയത്ത് മനസ്സിലാക്കാൻ പറ്റില്ല. അതല്ലെങ്കിൽ ഞാൻ ഇതിന് ഹെഡ്ഫോൺ കണക്ട് ചെയ്തിട്ട് ഞാൻ നോക്കേണ്ടി വരും. ഞാനിപ്പോൾ ഹെഡ്ഫോൺ കണക്ട് ചെയ്യുന്നില്ല. ഓക്കെ, ഇപ്പോൾ ഇതിൻ്റെ വിൻഡ് ക്യാപ്പ് ഉപയോഗിച്ചിട്ട് എങ്ങനെയുണ്ടെന്ന്, വിൻഡോസിന് റിഡക്ഷന് വേണ്ടി ഉപയോഗിക്കുന്ന വിൻഡ് ക്യാപ്പ് ഉപയോഗിച്ചിട്ട് എങ്ങനെയുണ്ട് ക്വാളിറ്റി എന്ന് നിങ്ങൾക്ക് മനസ്സിലാവുന്നുണ്ടാവും. ഓക്കെ, ഞാൻ ഇതിൻ്റെ ഷർട്ടിലൊന്ന് ക്ലിപ്പ് ചെയ്ത് വെക്കുന്ന സാധനം അങ്ങനെയാണല്ലോ നമ്മൾ മൈക്ക് ഉപയോഗിക്കാറ്. അപ്പോൾ ഞാനിപ്പോൾ എൻ്റെ ടീഷർട്ടിൽ ഞാൻ ഈ മൈക്ക് ക്ലിപ്പ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇപ്പോൾ ഈ ഒരു രീതിയിലായിരിക്കും നമ്മൾ എന്തായാലും വീഡിയോ ഷൂട്ട് ചെയ്യുന്നുണ്ടാവുക. ഇങ്ങനെ നമുക്ക് ഷർട്ടിൽ പിടിപ്പിച്ചിട്ടായിരിക്കും നമ്മൾ വീഡിയോ റെക്കോർഡ് ചെയ്യുന്നുണ്ടാവുക. അപ്പോൾ ഇപ്പോൾ എങ്ങനെയാണ് ഇതിൻ്റെ ക്വാളിറ്റി എന്നുള്ളത് നിങ്ങളൊന്ന് മനസ്സിലാക്കുക. അപ്പോൾ ഞാൻ ഇതിൻ്റെ കൂടെ വന്നൊരു മൈക്രോഫോൺ ഇതിപ്പോൾ കണക്ട് ചെയ്തിട്ടുണ്ട്. എന്ന് വെച്ചാൽ എനിക്ക് ഞാൻ പറയുന്ന വോയിസ് എങ്ങനെയുണ്ട് എന്ന് കേൾക്കാൻ വേണ്ടിയിട്ടാണ്. ബാക്കി ഞാനിപ്പോൾ നിങ്ങൾ കേട്ടുകൊണ്ടിരിക്കുന്നത് എക്കോ ഓൺ ആക്കിയിട്ടുള്ള വോയിസ് ആണ്. വോയിസ് എങ്ങനെയുണ്ട്, എക്കോ ഓൺ ആക്കിയിട്ടുള്ള വോയിസ് ആണ്. ഇത് നമ്മൾ സാധാ നോർമലി റെക്കോർഡ് ചെയ്യാനായിട്ട് എന്തായാലും നമ്മൾ എക്കോ ഓൺ ആക്കിയിടൂല. എക്കോ ഓൺ ആക്കുന്നത് പാട്ട് പാടാനൊക്കെ വേണ്ടിയിട്ടാണ്, അല്ലാതെ നോർമലി റെക്കോർഡ് ചെയ്യാൻ എക്കോ ഓൺ ആക്കൂല. ഓക്കെ, ഇപ്പോൾ എക്കോ ഓൺ ആക്കിയിട്ട് വോയിസ് എങ്ങനെയുണ്ടെന്ന് നിങ്ങൾ മനസ്സിലാവുണ്ടാവും. ഇപ്പോൾ ഞാൻ ഇതിൻ്റെ എക്കോ ഒന്ന് ഓഫ് ആക്കുകയാണ്. ഓക്കെ, ഇത് ലോങ് പ്രസ് ചെയ്താൽ മുകളിൽ കാണുന്ന എക്കോ എന്നുള്ളത് ലോങ് പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ ഇത് എക്കോ ഓഫ് ആവുന്നതായിരിക്കും. അപ്പോൾ എക്കോ ഓഫ് ആക്കിയിട്ടുണ്ട്. ഇപ്പോൾ ഇതിൻ്റെ വിൻഡോസ് റിഡക്ഷൻ ഓൺ ആണ്, ഞാൻ അതും കൂടി ഒന്ന് ഓഫ് ആക്കണേ. ഓക്കെ, ഇപ്പോൾ ഞാൻ ഇതിന് വിൻഡോസ് റിഡക്ഷൻ ഓഫ് ആക്കിയിട്ട് നിങ്ങൾ കാണുന്നുണ്ടാവും ഫാൻ ഓൺ ആണ്. അപ്പോൾ ഫാനിൻ്റെ ഒരു ശബ്ദം നിങ്ങൾ കേൾക്കുന്നുണ്ടാവും. ഓക്കെ, കേൾക്കുന്നില്ല. ഞാനിത് വിൻഡോസ് റിഡക്ഷൻ ഓൺ ആക്കണേ. ഓക്കെ, ഇപ്പോൾ കേൾക്കുന്നില്ലല്ലോ. ഇപ്പോൾ വിൻഡോസ് ഇപ്പോൾ ഫാനൊന്നും ഓടുന്ന ശബ്ദം ഒന്നും കേൾക്കുന്നില്ല. എനിക്കിവിടെ എൻ്റെ ഇതിൻ്റെ കൂടെ ഒന്ന് ഹെയർഫോൺ യൂസ് ചെയ്യുന്നുണ്ട്. അപ്പോൾ നമുക്ക് ഔട്ട്ഡോറിൽ എങ്ങനെയുണ്ട് ക്വാളിറ്റി എന്നുള്ളത് നമുക്ക് ചെക്ക് ചെയ്യണം. അതുപോലെ തന്നെ എത്ര ഡിസ്റ്റൻസ് കിട്ടുന്നുണ്ട് എന്നുള്ളതും നമുക്ക് ചെക്ക് ചെയ്യണം. എന്തായാലും ഒരു മീറ്റർ അല്ലെങ്കിൽ മാക്സിമം ഒരു 1.5 മീറ്ററിൽ കൂടുതൽ നമ്മൾ എന്തെയില്ല വീഡിയോ എടുക്കാനായിട്ട് ഡിസ്റ്റൻസിൽ പോവില്ല. കാരണം എന്താ വെച്ചാൽ ക്യാമറയിലും കൂടി നമ്മൾ കിട്ടണമല്ലോ. അപ്പോൾ ആ ഒരു രീതിയിൽ നമ്മൾ വീഡിയോ എടുക്കുന്ന സമയത്ത് എന്തായാലും ക്യാമറയിൽ നമ്മൾ കിട്ടുന്നുണ്ടെങ്കിൽ ഒരു 30 മീറ്ററിൻ്റെ അപ്പുറത്തേക്ക് പോയി കഴിഞ്ഞാൽ ഒരിക്കലും നമ്മൾ ക്യാമറയിൽ കാണാൻ സാധ്യതയില്ല. പിന്നെ സൂമൊക്കെ ചെയ്തിട്ട് എടുക്കണമെങ്കിലേ ഉള്ളൂ, അല്ലാതെ കിട്ടാൻ സാധ്യതയില്ല. അപ്പോൾ നമുക്ക് ഔട്ട്ഡോറിൽ എത്ര ഡിസ്റ്റൻസ് കിട്ടുന്നുണ്ട്, ഔട്ട്ഡോറിൽ എങ്ങനെ അതിൻ്റെ ക്വാളിറ്റി നോക്കാം. 2 മീറ്റർ ഡിസ്റ്റൻസിലാണ് ഇപ്പോൾ ഞാൻ നിൽക്കുന്നത്. ഡെഡിക്കാറ്റ് യൂസ് ചെയ്തിട്ടുള്ള വോയിസ് ആണ് ഇപ്പോൾ നിങ്ങൾ കേൾക്കുന്നത്. അതുപോലെ തന്നെ ഇപ്പോൾ നിങ്ങൾ കേൾക്കുന്നത് നോയ്സ് റിഡക്ഷൻ ഓഫ് ആക്കിയിട്ട് ഡെഡിക്കാറ്റ് ഉപയോഗിച്ചുകൊണ്ടുള്ള ഇനി ഞാൻ ഇതിനെ ഡെഡിക്കാറ്റ് ഒഴിവാക്കിയിട്ട് ഇതിൻ്റെ വോയിസ് ഒന്ന് തെളിയിച്ചു തരാം. ഞാനിപ്പോൾ ഇതിൻ്റെ ഡെഡിക്കാറ്റ് ഊരിയിട്ടുണ്ട്. ഇപ്പോൾ നിങ്ങൾ കേൾക്കുന്ന വോയിസ് എല്ലാ സറൗണ്ടിങ്ങിൽ ഉള്ള എല്ലാ വോയിസും നിങ്ങൾ കേൾക്കുന്നുണ്ടാവും. വണ്ടി പോകുന്ന ശബ്ദം കേൾക്കുന്നുണ്ടാവും. അതുപോലെ ചെറിയ വോയിസുകളൊക്കെ നിങ്ങൾ കേൾക്കുന്നുണ്ടാവും. അപ്പോൾ ഞാൻ ഇതിൻ്റെ നോയ്സ് റിഡക്ഷൻ ഓൺ ആക്കുകയാണ്. ഇതിന് മുകളിൽ ബട്ടൺ പ്രസ് ചെയ്താൽ മതി. ഓക്കെ, ഞാനിപ്പോൾ ഇത് നോയ്സ് റിഡക്ഷൻ ഓൺ ആക്കിയിട്ടുണ്ട്. ഇപ്പോൾ എങ്ങനെയാണ് ഇതിൻ്റെ വോയിസ് എന്നുള്ളത് നിങ്ങൾക്ക് മനസ്സിലാവുന്നുണ്ടാവുമെന്ന് കരുതുന്നു. ഞാൻ ഇതിൻ്റെ ഡിസ്റ്റൻസ് ചെക്ക് ചെയ്യുകയാണ്. നോയ്സ് റിഡക്ഷൻ ഓൺ ആക്കിയിട്ട് തന്നെ ഡെഡിക്കാറ്റ് ഇല്ലാതെയാണ് ഞാൻ ഇതിൻ്റെ എന്താ പറയുക ഡിസ്റ്റൻസ് ചെക്ക് ചെയ്യുന്നത്. ഞാനിപ്പോൾ ഒരു 10 മീറ്റർ ഡിസ്റ്റൻസിലായിരിക്കും ഇപ്പോൾ ഞാൻ നിൽക്കുന്നുണ്ടാവുക. ഞാൻ മാക്സിമം വേഗത്തോട്ട് പോവുകയാണ്. പ്ലസ് ഇപ്പോൾ ഞാൻ ഏകദേശം ഒരു 20 മീറ്റർ ഡിസ്റ്റൻസ് ആയിരിക്കും നിൽക്കുന്നുണ്ടാവാൻ തോന്നുന്നു. 30ൻ്റെ അടുത്ത് മീറ്റർ ഏകദേശം ഞാനും ക്യാമറയും തമ്മിൽ ഏകദേശം ഡിസ്റ്റൻസ് ഉണ്ടാവും. അപ്പോൾ ഞാൻ അങ്ങോട്ട് നടക്കുകയാണ്. അപ്പോൾ ഇതാണ് ഇതിൻ്റെ ക്വാളിറ്റി. ഇത്രയും ഡിസ്റ്റൻസ് ഇതാണ് ക്വാളിറ്റി. പിന്നെ റോഡ് സൈഡാണ്, വണ്ടി പോകുന്നത് നിങ്ങൾ കേൾക്കുന്നുണ്ടാവും. ഞാൻ നോയ്സ് റിഡക്ഷൻ ഓൺ ആക്കിയിട്ടാണ് ഞാനിപ്പോൾ റെക്കോർഡ് ചെയ്യുന്നത്. ഡെഡിക്കേറ്റ് നിങ്ങൾ വെച്ചിട്ട് നോയ്സ് റിഡക്ഷൻ ഓൺ ആക്കിയിട്ടുള്ള ക്വാളിറ്റി ഉണ്ടെന്നുള്ളത് നിങ്ങളൊന്ന് ചെക്ക് നോക്കിയിട്ടോ. ഓക്കെ, ഞാനിപ്പോൾ ഇതിമ്പോൾ ഡെഡിക്കാറ്റ് ഫിറ്റ് ചെയ്തിട്ടുണ്ട്. ഇപ്പോൾ
എങ്ങനെയുണ്ട് വോയിസ് എന്നുള്ളത് നിങ്ങൾക്ക്. ഞാൻ അധികം ലൗഡ് എന്നല്ല, സാധാ നോർമൽ ആയിട്ടുള്ള അതേ ചെറിയ രീതിയിൽ ഞാൻ സംസാരിക്കുന്നത്, ലൗഡായിട്ടൊന്നും സംസാരിക്കുന്നില്ല. ഇതിൻ്റെ കൂടെ 2 റിസീവർ വരുന്നുണ്ട്. അപ്പോൾ രണ്ട് റിസീവർ വരുന്നതുകൊണ്ട് എനിക്ക് ഇപ്പോൾ ഇൻ്റർവ്യൂ എടുക്കാനൊക്കെ രണ്ടെണ്ണമൊക്കെ എനിക്ക് ആവശ്യം ഉണ്ടാവും. ഒന്ന് നിങ്ങൾക്കും ഒന്ന് ഉപയോഗിക്കണം, അതുപോലെ തന്നെ ഓപ്പോസിറ്റ് നിൽക്കുന്ന ആൾക്കും ഒന്ന് ഉപയോഗിക്കേണ്ടി വരും. അപ്പോൾ ഇത് ഇൻ്റർവ്യൂ എടുക്കാനൊക്കെ എനിക്ക് യൂസ്ഫുൾ ആവുന്ന ഇതാണ്. അത് യൂസ്ഫുൾ ആയിക്കാണ്. കാരണം 4299 രൂപയ്ക്ക് നിങ്ങൾക്ക് എന്താ പറയുക 2 ട്രാൻസ്മീറ്ററും ഒരു റിസീവറും കിട്ടുന്ന മൈക്രോഫോൺ ഇത് തന്നെ ഉണ്ടാവുള്ളൂ. കാരണം ഈ ഒരു ബഡ്ജറ്റിൽ വേറെ ഒന്നും ഞാൻ കണ്ടില്ല. അത്രത്തോളം ഞാൻ സെർച്ച് ചെയ്തിട്ടുണ്ട്. നല്ലൊരു പ്രൊഡക്റ്റ് ഈ ബഡ്ജറ്റിൽ ഞാൻ കണ്ടിട്ടില്ല. മൊബൈലിൽ ഒരുപാടുണ്ടെങ്കിലും ക്യാമറക്ക് കണക്ട് ചെയ്യാൻ പറ്റിയത് ഇത് തന്നെ ഉള്ളൂ. ജസ്റ്റ് ഓൺ ആക്കിയാൽ തന്നെ അപ്പോൾ തന്നെ ഇത് പെയർ ആവുന്നതായിരിക്കും. ഞാൻ അപ്പോൾ ഇത് ഓണാക്കി കാണിച്ചു തരാം. ഓണാക്കി കഴിഞ്ഞാൽ തന്നെ ഓക്കെ. ഇപ്പോൾ ഞാൻ ഇത് ഓണാക്കിയ ഉടനെ എന്ത് ചെയ്തിട്ടുള്ളൂ, ഇത് റിസീവറുമായിട്ട് പെയർ ആയിട്ടുണ്ടാവും. പ്രത്യേകിച്ച് നമ്മൾ പിന്നെ വേറെ ഒന്നും ചെയ്യേണ്ട ആവശ്യമില്ല. റിസീവറും ട്രാൻസ്മിറ്ററും ഓൺ ആയാൽ മതി, രണ്ടും ചാർജ് ഉണ്ടായാൽ മതി. പിന്നെ അപ്പോൾ തന്നെ ഇത് പെട്ടെന്ന് തന്നെ ലിങ്ക് ആവും. ഓക്കെ. ഇപ്പോൾ 2 ഓണായി കാണാൻ സാധിക്കും. 2ലും ഇപ്പോൾ ഇത് റെക്കോർഡ് ആകുന്നുണ്ടാവും. രണ്ടിൽ നിന്നുള്ള വോയിസ്, ഇപ്പോൾ ഇതിൽ നിന്നുള്ള വോയിസ് ആണെങ്കിൽ ഇപ്പോൾ എടുക്കുന്നുണ്ടാവും, അതുപോലെ തന്നെ ഇതിൽ നിന്ന് വോയിസ് എടുക്കുന്നുണ്ടാവും. രണ്ടും അറ്റ് ടൈം 2 റെക്കോർഡാവും. കണ്ടന്റ് ക്രിയേഷൻ ചെയ്യുന്നവർക്കും ഇന്റർവ്യൂ എടുക്കുന്നവർക്കും വ്ളോഗ് ചെയ്യുന്നവർക്കൊക്കെ യൂസ് ചെയ്യാൻ പറ്റുന്ന കിഡിലും മൈക്രോഫോണാണ്. അപ്പോൾ ഈ ഡിജിടെക്കിൻ്റെ മൈക്രോഫോൺ വാങ്ങാനുള്ള ആമസോണിൻ്റെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കുന്നുണ്ട്. തീർച്ചയായിട്ടും ചെക്കൗട്ട് ചെയ്ത് നോക്കുക. നല്ല പ്രൈസ് റേഞ്ചിൽ വരുന്നത്. അത് 4499 4299 ഇടയിലായിട്ട് ഇങ്ങനെ പ്രൈസ് അങ്ങോട്ടും ഇങ്ങോട്ട് മാറുന്നുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് അഫോർഡബിൾ ആയിട്ടുള്ള പ്രൈസിൽ വരുമ്പോൾ, അതായത് 4290 മിനിമം വരുള്ളൂ. അതിൻ്റെ താഴോട്ട് വരാൻ സാധ്യതയില്ല. നിങ്ങളായാലും ഒരു നല്ലൊരു പ്രൈസിൽ കാണുമ്പോൾ എന്തായാലും വാങ്ങിക്കോളാം. ഈ ബഡ്ജറ്റിൽ ഇതിന് നല്ലൊരു സാധനം വേറെ കിട്ടില്ല. ഇന്ന് മാർക്കറ്റിൽ ഇതിനേക്കാൾ നല്ലൊരു സാധനം ഉണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല. ഞാൻ അത്രയും റിസർച്ച് ചെയ്തിട്ടാണ് ഞാൻ പർച്ചേസ് ചെയ്തിട്ടുള്ളത്. അപ്പോൾ നല്ലൊരു വീഡിയോയുമായി വീണ്ടും കാണാൻ.